അപ്പോൾ നമ്മളിന്ന് ഇവിടെ എടത്തല അല്ലമീൻ കോളേജിൽ വന്നേക്കുന്നതാണ്. എക്സാം ഡ്യൂട്ടിക്ക് വന്നതാണ്. ഇവിടെ പുറത്ത് 4 ബോയ്സും 4 ഗേൾസുമാണ്. ഞങ്ങളിപ്പോൾ 5 ബോയ്സും 4 ഗേൾസും ഉണ്ട്. അപ്പോൾ അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ് ഇവിടെ. ഇപ്പോൾ കോളേജിൻ്റെ അകത്താണ് നിൽക്കണേ. ഇപ്പോൾ കയ്യഴകാൻ വന്നതാണ്. നമുക്ക് ക്യാമ്പസൊക്കെ നോക്കുമ്പോൾ കാണണം. അവന്മാരെ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ കയ്യഴകാൻ വന്നതാണ്. ഈ വിട്ട് കോളേജിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഞങ്ങൾ ഫ്രിസ്കിങ്ങിന് വന്നതാണ് കേട്ടോ. അഞ്ഞൂറാനെ നമുക്ക് എന്താന്നറിയാൻ പാടില്ലേ? നീ വെളുപ്പാങ്കാലത്ത് അവന്മാര് വിളിച്ചു പറഞ്ഞായിരുന്നു നിന്നെ കാണുമ്പോ സല്യൂട്ട് അടിക്കണമെന്ന്. ഡിവൈസ് കാണിച്ചാ മെറ്റൽ ഡിറ്റക്ടർ കാണിച്ച് ഞങ്ങള് ചെല്ലാൻ നേരത്തെ ഇവന്മാര് പറയേ ഈ സാധനം മെറ്റൽ വരുമ്പോഴാണല്ലോ ബെല്ലടിക്കണേ. ഇത് എപ്പോഴും ബെല്ലടിക്കും. ബെല്ലടിച്ചാൽ കേറിക്കുമെന്ന് പറയും. അതേപോലെ ഒരു പ്രാവശ്യം ബാറ്ററി ചെയ്യണായി സാധനത്തിൽ നിന്ന് ഒച്ച തന്നെയില്ല. മെറ്റൽ ഉണ്ടെങ്കിലും അറിയില്ല. വെറുതെ കാണിച്ചോളാം. അനുസാറില് പറഞ്ഞ എടാ പക്ഷെ പൊക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ അല്ല അവര് പിടിച്ചില്ലേ? അല്ല ഒരു പുള്ളി ഫോണായിട്ട് കയറി. ഇത് മറ്റൊരു വർക്ക് ചെയ്യാത്തോണ്ട് അബ്ദുംബ്രോ വന്നേ ദൂരെ തന്നെ പോയി പെട്ടെന്ന് നിബിലിന്റെ പോലെ. ലെവീനോ ലെവീനോ ഇപ്പൊ ക്യാമറയിലോ അപ്പ വില പിടിക്കും. ആ വർക്കാത്ത ലെവീനോ കൂടുതലേക്ക്. ഗൈസ് പണിപാളി ഗൈസ്. മെറ്റൽ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഇത് വർക്ക് ചെയ്യാനല്ലോ. ഇതിൽ കൂടെയാണ് പിള്ളേര് വന്നേട്ടാ. അല്ല അപ്പൊ നമ്മള് വാഷ്റൂമിലാണ് നിക്കണേ. അപ്പൊ ഞങ്ങളുടെ കോളേജിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വാഷ്റൂം ഇച്ചിരി ചെറുതാണ് കേട്ടോ. ബാത്റൂമിലേക്ക് ക്യാബിൻസ് ഒക്കെ ഭയങ്കര ഇടുങ്ങി ഉള്ളൊരു സെറ്റപ്പാണ്. ഞാൻ ഒരു റൂം കാണിച്ചു തരാം. ഇവിടെ വാഷ്റൂമൊക്കെ ഭയങ്കര ചെറുതാ. നമുക്ക് കൈ അകത്തി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പിന്നെ കൈ ഇറങ്ങണ റൂമും കുഴപ്പമില്ല. അവിടെ പുറത്ത് എൻ്റെ ഫ്രണ്ട് ഇത് വിളിക്കുന്നുണ്ട്. ആ എടാ എവിടേക്കാ നിൽക്കാൻ പറഞ്ഞേ? അവന്മാർ 2 പേരല്ലേ നിൽക്കുന്നേ? എൻ്റെ ലെവി ഗൈസ് എന്തോ പണിപാളി. ഏതോ ഒരു ഓപ്പൺ എക്സാം എന്ന് വെച്ചാൽ ഈ ബുക്കൊക്കെ തുറന്നു വെച്ചുകൊണ്ട് എക്സാം എഴുതൂലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ്സും കണ്ടാണ് എക്സാം എഴുതാൻ വന്നത്. എന്ത് ഇവിടുത്തെ സൗകര്യങ്ങളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ അവർ. അപ്പോൾ അവിടെ കുറേ പ്രശ്നമൊക്കെ ആയിട്ട് നടക്കാം. അപ്പോൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള 2 ടീമിൽ വരെ നമ്മളാണ് ഇവരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ക്ലോക്ക് റൂമും എക്സാമിലേക്കുള്ള ഹോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കര കൂടിയത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര അവിടെ ഒച്ചപ്പാട് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പതുക്കെ ഇങ്ങോട്ട് വലിഞ്ഞു. അപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ എനിക്കുള്ളത് കേൾക്കും. അവിടുത്തെ മൊത്തത്തിൽ കാണിച്ചു തരാം. അവിടെ ആൾ കൂടിയിരിക്കണുണ്ട്. ആ യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവിടെ എന്തോ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സംഭവം ഇച്ചിരി സീരിയസ് ആണെന്ന് തോന്നണേ. 11 മണിക്ക് ശരിക്കും ഇവർ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് ചുമ്മാ വലിയ കാര്യമായിട്ടുള്ള നീറ്റ് എക്സാമിനെ പോലത്തെ ചെക്കിംഗ് ഒന്നും അല്ല, എന്നാലും അത് ചെക്ക് ചെയ്ത് വിടണം എന്നാണ്. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായി. ഇവരെന്തോ എനിക്കറിയില്ല, പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണേ. വാ 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 ഹാബിലേ ഗുയിസ് 2 ഹീറോസ് വരുന്ന. അയ്യോ ഇതല്ലാട്ടാ, ഇപ്പൊ വേറെ 2 ഹീറോസ് വരും. ഒരു കാൻഡിഡേറ്റിന്റെ വാച്ച് പോയായിരുന്നു. അപ്പം വാച്ച് ചോദിച്ചു, നമ്മൾ വാച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ വാച്ച് കിട്ടിയെന്നാണ് പറയണത്. അതേ വന്നുണ്ട്.
ആൻസർ ബുക്ക്ലെറ്റിലെയും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെയും അവസാനത്തെ 3 നമ്പറുകൾ സെയിം ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ആരംഭിക്കുന്നത്. ഹലോ ഗായ്സ്, അല്ലമീൻ കോളേജിന്റെ 3ാമത്തെ നിലയെന്നുള്ള വ്യൂ ആണ്. ഇതേതൊരു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. സാധനം കണ്ടോ? നിർദ്ദേശം അനുസരിച്ച് മാത്രം അത് എവിടെ? ഇതാ ബയോകെമിസ്ട്രി ലാബാണല്ലേ. ക്യാമറയിൽ കൂടെ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. ഇവിടെയും അത് തന്നെയാ ലാബ്. അത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടാ, അവിടേക്ക് എക്കണോമിക്സാ. ഇപ്പൊ വീണത് പൊട്ടിയത്. നമുക്ക് റിസപ്ഷനിലേക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മളിത് റിസപ്ഷനിൽ 2-3 പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഫോം ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് എന്താ ചെയ്യണ്ടേ നോക്കാം. ലവീനോ, എക്സാമിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? എക്സാമിൽ എന്നും നല്ലതാണ്. കാലിന്റെ അകത്തേക്ക് കയറ്റി വെക്കാല്ലേ. ശരി, റിസപ്ഷൻ